വെൽക്കം ടു NRI വേൾഡ്. കോവിഡിന് ശേഷം ഇന്ത്യയിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം നടത്താൻ NRIകൾ. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ മെച്ചപ്പെട്ട സാഹചര്യങ്ങളാണ് ഇന്ത്യൻ മെട്രോ നഗരങ്ങളിൽ വീട് വാങ്ങാൻ കൂടുതൽ പേരെ പ്രേരിപ്പിക്കുന്നത്. ഇന്ത്യൻ പ്രവാസികൾക്ക് സ്വദേശത്ത് വീട് സ്വന്തമാക്കുക എന്നത് കേവലം ഒരു സ്വപ്നം മാത്രമല്ല, മറിച്ച് ഏറ്റവും മുൻഗണന നൽകുന്ന കാര്യമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ കുതിച്ചുയരുന്ന റിയൽ എസ്റ്റേറ്റ് വിപണി മുതലാക്കുകയാണ് ഭൂരിഭാഗവും NRIകളും. അസ്ഥിരമായ സ്റ്റോക്ക് മാർക്കറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ റിയൽ എസ്റ്റേറ്റ് സുരക്ഷിതമായാണ് പലരും കാണുന്നത്. പ്രീമിയം ആഡംബര ഭവനങ്ങൾക്കുള്ള ആവശ്യം ഇന്ത്യൻ നഗരങ്ങളിൽ കുതിച്ചുയർന്നിട്ടുണ്ട്. ഈ വളർച്ചയുടെ ഒരു പ്രധാന പങ്ക് NRIകളാണ്. ഗുഡ്ഗാവ്, ബംഗളൂരു, ഹൈദരാബാദ്, മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിൽ പ്രീമിയം വീടുകളുടെ ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പല ആഗോള വിപണികളെയും മറികടക്കുന്നതിനാൽ ഇതിനെ ദീർഘകാല നിക്ഷേപമായി കാണുന്നവരുണ്ട്. ബംഗളൂരുവിൽ വിദേശത്ത് സ്ഥിരതാമസമാക്കിയ ടെക് പ്രൊഫഷണലുകളാണ് വില കൂടിയ പ്രോപ്പർട്ടികളുടെ ആവശ്യകതയ്ക്ക് മുന്നിൽ. പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ സമീപകാല ആഡംബര വില്ല പ്രോജക്റ്റിൽ 7 കോടി മുതൽ 11 കോടി രൂപ വരെ വിലയുള്ള ധാരാളം വില്ലകൾ വെറും 6 മാസത്തിനുള്ളിൽ വിറ്റു. NRI നിക്ഷേപങ്ങളുള്ള മറ്റൊരു ഹോട്ട്സ്പോട്ടാണ് ഹൈദരാബാദ്, പ്രത്യേകിച്ച് US-ലെ ടെക് സംരംഭകരുടെയും പ്രൊഫഷണലുകളുടെയും ഇടയിൽ. ടെക് മേഖലയിലെ അനിശ്ചിതത്വങ്ങൾ കാരണം താൽക്കാലിക മാന്ദ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഹൈദരാബാദിൽ വേരുകളുള്ള NRIകൾ വൻ പ്രോപ്പർട്ടികളിൽ നിക്ഷേപം തുടരുന്നു. മുംബൈ മറ്റൊരു പ്രധാന വിപണിയാണ്, പ്രത്യേകിച്ച് പോവൈ, താനെ, പൻവേൽ എന്നിവിടങ്ങളിൽ. അടുത്ത 5 വർഷത്തിനുള്ളിൽ നിരവധി NRIകൾ ഈ പ്രോപ്പർട്ടികളെ എൻഡ് യൂസ് ഹോമുകളായി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. NRIകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു വീട് വാങ്ങുക എന്നത് സ്വദേശത്ത് സ്വന്തമായി നിക്ഷേപം നടത്തുക എന്നു മാത്രമല്ല, ഇത് ഭാവിയിലേക്കുള്ള സുസ്ഥിരവും സുരക്ഷിതവുമായ നിക്ഷേപം ഉറപ്പാക്കുന്നതുകൂടിയാണ്. ചില രാജ്യങ്ങൾ വിസ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ മറ്റ് കുടിയേറ്റ രാജ്യങ്ങളെ ആശ്രയിക്കുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ. UK-യും കാനഡയും അടക്കമുള്ള രാജ്യങ്ങൾ വിസ നിയമങ്ങളിൽ കടുത്ത നിയന്ത്രണം വരുത്തിയിരുന്നു. കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കുടിയേറ്റ സ്വപ്നങ്ങൾക്ക് ഇരുട്ടടി നൽകിയിരിക്കുകയാണ്. സ്റ്റഡി വിസ നിയന്ത്രണങ്ങൾ കാനഡ കർശനമാക്കുകയും ഓസ്ട്രേലിയയും ബ്രിട്ടനും നിയന്ത്രണങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. അതിനാൽ അടുത്ത വർഷം ഈ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായേക്കും. ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, അയർലൻഡ്, ന്യൂസിലൻഡ്, മാൾട്ട തുടങ്ങിയ ബദൽ ഉന്നത വിദ്യാഭ്യാസ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സ്വപ്നങ്ങൾ പറിച്ചു നടാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹം. 7,30,000 ഇന്ത്യക്കാരാണ് കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ പഠിക്കുന്നത്. ഗവേഷണ, ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ ഒഴികെ വിദേശ വിദ്യാർത്ഥികൾക്ക് ബ്രിട്ടനിൽ സ്റ്റുഡൻസ് വിസയിൽ ഇനി ആശ്രിതരെ കൊണ്ടുവരാൻ കഴിയില്ല. 40% ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ബ്രിട്ടനിലുണ്ടെന്നാണ് കണക്കാക്കുന്നത്. പുതിയ കുടിയേറ്റ നിയമങ്ങളിൽ സ്വപ്നങ്ങൾ പറിച്ചു നടേണ്ട സാഹചര്യമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ളത്. ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇനി ചെലവേറും. വിസ നിരക്ക് വർധന ഇന്ത്യക്കാർക്ക് അധിക ബാധ്യതയാകും. ഒക്ടോബർ 1 മുതൽ വിസ നിരക്കിൽ വർധന നടപ്പിലാക്കാനാണ് ന്യൂസിലാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. സന്ദർശക വിസ, സ്റ്റുഡൻസ് വിസ, വർക്ക് ഹോളിഡേ, ട്രെയിനി വർക്ക് വിസ എന്നിവയുടെയെല്ലാം നിരക്ക് കൂടും. ഇത് ഇവിടേക്കെത്തുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് അധിക ബാധ്യതയാണ് വരുത്തുന്നത്. വിസ ഫീസ് മാത്രമല്ല, ഇന്റർനാഷണൽ വിസിറ്റർ കൺസർവേഷൻ ആൻഡ് ടൂറിസം ലെവിയും വർദ്ധിപ്പിക്കുമെന്നാണ് ന്യൂസിലാൻഡ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ന്യൂസിലാൻഡ് ഇലക്ട്രോണിക് ട്രാവൽ അതോറിറ്റിയിൽ വിസയ്ക്കായി അപേക്ഷിക്കുന്ന വിദേശികൾ ലെവി നൽകണം. 35 ന്യൂസിലാൻഡ് ഡോളറാണ് നിരക്ക്. ഇത് ഒക്ടോബർ 1 മുതൽ 100 ന്യൂസിലാൻഡ് ഡോളർ നൽകണം. വിസ ഫീസിനൊപ്പമാണ് ലെവിയും ഈടാക്കുന്നത്. വിസ പ്രോസസ് ചെയ്യുന്നതിനുള്ള ചെലവ് വീണ്ടെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വിസ നിരക്ക് സർക്കാർ കൂട്ടിയത്. നിരവധി പേരാണ് ന്യൂസിലാൻഡിലേക്ക് ഇന്ത്യയിൽ നിന്ന് പഠനത്തിനും ജോലിക്കുമായി പോകുന്നത്. കൂടാതെ ഇവിടെ സന്ദർശനത്തിനെത്തുന്ന വിനോദസഞ്ചാരികളും ധാരാളമുണ്ട്. ഇവർക്കെല്ലാം തന്നെ വിസ ഫീസ് വർധന തിരിച്ചടിയായിരിക്കുകയാണ്. സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകി തായ്ലൻഡ്. ബില്ലിൽ തായ്ലൻഡ് രാജാവ് ഒപ്പുവെച്ചു. എല്ലാവരുടെയും പ്രേമത്തിന് അഭിനന്ദനങ്ങൾ. ഇങ്ങനെയാണ് സ്വവർഗ വിവാഹത്തിന് നിയമപ്രാബല്യം കിട്ടിയതിനു പിന്നാലെ പ്രധാനമന്ത്രി പയേതുങ്ടാൻ ഷിനവത്ര സമൂഹമാധ്യമത്തിൽ കുറിച്ചത്.
രാജ്യത്തെ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ പതിറ്റാണ്ടുകളായി നടത്തിയ അവകാശ പോരാട്ടത്തിനൊടുവിലാണ് ബിൽ യാഥാർത്ഥ്യമായത്. ഇതോടെ സ്വവർഗ വിവാഹം അംഗീകരിക്കുന്ന പുതിയ വിവാഹ തുല്യതാ നിയമം 120 ദിവസത്തിനുള്ളിൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരും. ജനുവരി മുതൽ സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യാം. സ്വവർഗ വിവാഹത്തിന് ഒരേ ലിംഗത്തിൽപ്പെട്ടവരുടെ വിവാഹത്തിന് നിയമസാധുത നൽകിയ മൂന്നാമത്തെ ഏഷ്യൻ രാജ്യമാവുകയാണ് തായ്ലാന്റ്. നേപ്പാൾ, തായ്വാൻ എന്നീ രാജ്യങ്ങളിൽ ഈ നിയമം നേരത്തെ നടപ്പിലാക്കിയിരുന്നു. വിവാഹ സമത്വത്തിനു വേണ്ടിയുള്ള വർഷങ്ങളായുള്ള പ്രചാരണത്തിന്റെ ഫലമാണെന്നും ചരിത്രപരമായ നീക്കമാണിതെന്നും ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടി. പുതുവർഷത്തിൽ 1000-ഓളം സ്വവർഗാനുരാഗികളുടെ വിവാഹം നടത്തി പുതിയ നിയമത്തെ ആഘോഷമാക്കാനാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്ന ബാങ്കോക്ക് പ്രൈഡ് എന്ന പ്രസ്ഥാനത്തിന്റെ തീരുമാനം. ആപ്പിൾ പേ ഇനി ഒമാനിലും. ഐഫോൺ ഉപഭോക്താക്കൾക്ക് ക്യാഷ് കൗണ്ടറുകളിൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ വഴി ആപ്പിൾ പേ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താം. ഉപഭോക്താക്കൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആപ്പിൾ പേ ഡിജിറ്റൽ സംവിധാനം ഒമാനിൽ ആരംഭിച്ചു. ബാങ്ക് മസ്കറ്റ്, സൊഹാർ ഇന്റർനാഷണൽ ബാങ്ക്, ദൊഫാർ, NBO എന്നിവയുൾപ്പെടെ രാജ്യത്തെ പ്രധാന ബാങ്കുകളെല്ലാം തന്നെ ആപ്പിൾ പേ സംവിധാനം ലഭ്യമാക്കും. ഇത് ഉപയോക്താക്കളെ അവരുടെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ആപ്പിൾ വാലറ്റ് ആപ്പിലേക്ക് ചേർക്കാൻ അനുവദിക്കുന്നു. ഓരോ ബാങ്കും ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാകും ആക്ടിവേറ്റ് ആകുന്നത്. ബാങ്ക് പരിശോധിച്ചുറപ്പിച്ചാൽ സ്റ്റോറുകളിലോ വെബ്സൈറ്റുകളിലോ ആപ്പുകളിലോ കോണ്ടാക്ട്ലെസ് പേയ്മെന്റുകൾക്കായി ആപ്പിൾ പേ ഉപയോഗിക്കാം. ടെലികോം കമ്പനിയായ വോഡാഫോണും ഈ സേവനത്തിലൂടെയുള്ള പേയ്മെന്റുകൾ അനുവദിക്കുന്നു. ഉപയോക്താക്കൾക്ക് അവരുടെ കാർഡ് വിശദാംശങ്ങൾ വ്യാപാരികളുമായി പങ്കിടാതെ തന്നെ ഫേസ് ID അല്ലെങ്കിൽ ടച്ച് ID ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താം. iOS ആപ്പുകളിലും വെബിലും പേയ്മെന്റുകൾ നടത്താൻ അനുവദിക്കുന്ന മൊബൈൽ പേയ്മെന്റ് സംവിധാനമാണിത്. ഷോപ്പിംഗ് മാളുകൾ, കഫേകൾ, റെസ്റ്റോറന്റുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ, വ്യവസായ മേഖലയിലെ ഔട്ട്ലെറ്റുകൾ, ജ്വല്ലറികൾ എന്നിവിടങ്ങളിൽ രാജ്യത്ത് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ പണരഹിത സ്കീം ഘട്ടം ഘട്ടമായി നടപ്പാക്കിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ മൊബൈൽ വഴിയോ ഇന്റർനെറ്റ് വഴിയോ അക്കൗണ്ട് ടു അക്കൗണ്ട് കൈമാറ്റം പോലുള്ള പണരഹിത ഇടപാടുകളിലേക്ക് തിരിയുന്നുണ്ട്. ഇത് സമഗ്ര ഡിജിറ്റൽ പരിവർത്തനം കൈവരിക്കുന്നതിനുള്ള സർക്കാർ സംരംഭങ്ങൾക്ക് ഉത്തേജനം നൽകുന്നതാണ്. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. UAEയിൽ പൊതുമാപ്പിനുള്ള ഔട്ട് പാസ് ലഭിച്ചാൽ 14 ദിവസത്തിനുള്ളിൽ രാജ്യം വിടണമെന്ന വ്യവസ്ഥയിൽ ഇളവ്. പൊതുമാപ്പ് കാലാവധി തീരുന്നതിന് മുൻപ് രാജ്യം വിട്ടാൽ മതിയാകും. ഖത്തരികൾക്ക് വിസയില്ലാതെ ഇനി അമേരിക്കയിലേക്ക് പറക്കാം. ഡിസംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പദ്ധതി പ്രകാരം അമേരിക്കയിൽ 90 ദിവസം വരെ വിസയില്ലാതെ താമസിക്കാം. അമേരിക്കയിലേക്ക് വിസാരഹിത യാത്ര അനുവദിക്കുന്ന ആദ്യ അറബ് രാജ്യമാണ് ഖത്തർ. കുവൈറ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജസീറ എയർവേസിൽ 2 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിൽ 90% ഇളവ്. ഒക്ടോബർ 19 മുൻപ് ടിക്കറ്റ് എടുക്കുകയും ഡിസംബർ 15 യാത്ര ചെയ്യുന്നവർക്കുമാണ് ആനുകൂല്യം. ദുബായ് ഗ്ലോബൽ വില്ലേജ് ഒക്ടോബർ 16 മുതൽ. ഇവിടെ സന്ദർശിക്കുന്നതിനുള്ള VIP പാക്കേജുകൾ വാങ്ങേണ്ടത് വിർജിൻ മെഗാസ്റ്റോറിൽ നിന്ന് മാത്രമാണ്. കുവൈറ്റിൽ സർക്കാർ സേവനങ്ങളുടെ ഏകീകൃത പ്ലാറ്റ്ഫോമായ സഹൽ ആപ്പിന്റെ ഇംഗ്ലീഷ് പതിപ്പ് വരുന്നു. മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് ഇത് ഏറെ ഗുണകരമാകും. നിലവിൽ അറബി ഭാഷയിൽ മാത്രമാണ് ആപ്പിൽ വിവരങ്ങളുള്ളത്. ഭൂമിയുടെ അവസാനം അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വിദൂര ഗ്രാമം.
കോഫി ലുവാക്ക്, ഏറ്റവും വിലയേറിയ കോഫി. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇതോടെ NRI വേൾഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.